ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പൊരിച്ച പത്തിരിയുടെ റെസിപ്പി കാണാം. പൊരിച്ച പത്തിരി എന്നും വെളിച്ചെണ്ണ പത്തിരി എന്നും ഒക്കെ പറയാറുണ്ട്. അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ, 5 ചുവന്നുള്ളി, 2 അല്ലി വെളുത്തുള്ളി, ഒരു ശകലം ജീരകം ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലൊന്ന് ചതച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുകയാണ്. ഈ പരുവത്തിൽ അരച്ചെടുക്കണം. ഇനി നമുക്ക് പത്തിരിയുടെ മാവിനുള്ള വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് ഉപ്പിട്ടതിന് ശേഷം 1 സ്പൂൺ മൈദയും 2 സ്പൂണോളം അരിപ്പൊടിയും ചേർത്തു. നമ്മൾ പത്തിരിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കണം. കുറച്ച് എള്ള് ചേർത്തിട്ടുണ്ട്. ഇതുപോലെ അയച്ചുരുട്ടിയെടുക്കണം. അരിമാവ് കൊണ്ടും മൈദാമാവ് കൊണ്ടും നമ്മളിതുണ്ടാക്കും. ഇത് ഞാൻ കുറച്ച് മൈദയും ബാക്കി അരിപ്പൊടിയും ചേർത്താണ് ഉണ്ടാക്കി. ഇതുപോലെ പരത്തി എടുത്തതിന് ശേഷം നമുക്കിത് റൗണ്ട് ഷേപ്പാക്കുന്ന എന്തെങ്കിലും ഒരു പാത്രമോ ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ച് നമുക്കിത് അമർത്തി ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ റൗണ്ട് ഷേപ്പാക്കി നമുക്കൊരു പാത്രത്തിലേക്ക് വെക്കാം. വളരെ കട്ടി കുറഞ്ഞതും ആകരുത്, കൂടുതൽ കട്ടിയും ആകരുത്. ഇതുപോണക്ക് ഓരോന്നായി നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പത്തിരിയാണിത്. ഒരു ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ഇനി നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ തിളച്ചതിന് ശേഷം ഇട്ട് പൊരിച്ചെടുക്കാം. ഒരു ഭാഗം നല്ലതുപോലെ മുരിഞ്ഞൊരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് തിരിച്ചിടാം. ഈ പരുവമാകുമ്പോൾ പൊള്ളി വന്നിട്ടുണ്ട്. ഈ പത്തിരി നമ്മൾ കറിയില്ലാതെ അങ്ങനെ അങ്ങ് കഴിച്ചു പോകും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ചെറിയ ഉള്ളിയുടെയും തേങ്ങയുടെയും എള്ളിൻ്റെ എല്ലാം ടേസ്റ്റ് പ്രത്യേകിച്ച്. വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ് ഇത് ഏറ്റവും നല്ലത്. നമുക്കതുപോലെ തന്നെ അടുത്തതും അതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. ഇത് കാണുന്നത് പോലെ തന്നെ രുചിയുമാണ്. ചൂടോടെ കഴിക്കാൻ നല്ലതാണ്. ഇതിന് സ്റ്റൂവോ ചിക്കൻ കറിയോ ബീഫോ എന്ത് വേണമെങ്കിലും ഇത് കൂട്ടി കഴിക്കാം. ഇനി നമുക്ക് എണ്ണയിൽ പൊരിക്കണ്ടെങ്കിൽ നമുക്ക് ചുട്ടെടുക്കാം. അരിപ്പത്തിരി കൈപ്പത്തിരിയൊക്കെ പോലെ നമുക്ക് ചുട്ടുമെടുക്കാം. അങ്ങനെയും കഴിക്കാം. ഇതുപോലെ ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വെളിച്ചെണ്ണ പത്തിരി റെഡിയായിരിക്കുകയാണ്. എൻ്റെ ഈ ചെറിയ റെസിപ്പി ഇഷ്ടപ്പെട്ടവർ സാൾട്ടഡ് ബട്ടർ സൗദി കിച്ചൻ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക,